ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യനോട് ആരോടും പറയല്ലേ എന്ന്. ലോകം ഈ സംഭവം അറിഞ്ഞത് എപ്പോഴെന്നറിയോ? ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു അന്നൊരിക്കൽ ശത്രുവിന്റെ കുത്തേറ്റ് മരിച്ചപ്പോ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞതാ, എനിക്ക് ഇങ്ങനൊരു അനുഭവം അന്ന് മരുഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, അതാരോടും പറയരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. ഇനി പറയാലോ, ഉമർ തങ്ങൾ വഫാത്തായില്ലേ. അങ്ങനെയാണ് ലോകം ഈ നന്മ അറിയുന്നത്. ചെയ്തത് അല്ലാഹുവിന് വേണ്ടിയാണ്, ആരും കാണാനല്ല, ആരും അറിയാനല്ല. അതുകൊണ്ടാണ് നമ്മളും പടച്ചവനും മാത്രം അറിയുന്ന ഒരു നന്മ എപ്പോഴെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മളും പടച്ചവനും മാത്രം. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു യതീമിനെ, വിധവയായ ഒരു സഹോദരിക്ക്, കണ്ണു കാണാത്തൊരു ഉമ്മാക്ക്, ഒരു വൃക്കരോഗിക്ക്, ഒരു ക്യാൻസർ രോഗിക്ക്, ഏതെങ്കിലും പ്രയാസപ്പെട്ട ഒരാൾക്ക് നമ്മളും അല്ലാഹുമല്ലാതെ മറ്റൊരാളും അറിയാത്ത രീതിയിൽ സഹായിക്കാൻ പറ്റണം. മറ്റു റിലീഫിനൊക്കെ സഹായിച്ചേക്കണം, അതിനൊക്കെ സഹായിച്ചേക്കണം. പക്ഷെ നമ്മളും പടച്ചവനും മാത്രം അറിയുന്ന ചില സ്വകാര്യതകൾ വേണം. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇബ്ലീസ് ഇങ്ങനെ പറയല്ല, നാളെ അറിയണ്ടേ, എത്ര കാലം ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നറിയിക്കണ്ടേ, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയാം, നമ്മൾ കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ഒന്ന് കുറച്ചങ്ങോട്ട് പാലക്കാട് ജില്ലയിലോ അങ്ങനെ വളരെ പാവപ്പെട്ടവർ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ, കുറച്ച് പാണത്തൂർ അങ്ങോട്ടൊക്കെ പറ്റും. നമ്മളും പടച്ചോനും മാത്രം അറിഞ്ഞിട്ടൊരു ചെറിയ പള്ളിയിൽ എടുത്തു കൊടുക്കുക. നമ്മളും പടച്ചോനും മാത്രം അറിഞ്ഞാൽ മതി. വലിയ ഉദ്ഘാടന പരിപാടിയൊക്കെ ആകുമ്പോൾ ആരെങ്കിലും അറിയും. അതൊന്നും വേണ്ട, നിങ്ങളും പടച്ചോനും. ഞാൻ സ്റ്റേറ്റ് മാറിപ്പോയാൽ അറിയില്ലല്ലോ. എവിടെയെങ്കിലും ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹുവിന്റെ കയ്യിൽ പൈസ തന്നാൽ ഒരു പുരക്കായില്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന പുരക്കുള്ള മുറ്റത്തിന്റെ നമ്മുടെ ഫ്ലോറിങ്ങിന്റെ കാശ് മതിയാവും വലിയൊരു പള്ളി ഉണ്ടാക്കാൻ, അല്ലേ? നമുക്ക് ദുനിയാവിൽ പുരയില്ലേ, ആഖിറത്തിൽ പുര വേണ്ടേ? മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമഫ്ഹസി ഖതാ. ഒരു പ്രാവിന് ഇരിക്കാവുന്ന സ്ഥലേ ഉള്ളൂ, അത്രക്ക് ചെറിയ പള്ളി ഉണ്ടാക്കിയാലും ബനല്ലാഹു ലഹു ബിഹി ബൈതൻ ഫിൽ ജന്ന. നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ അല്ലാഹു പുര പണിത് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ 5 ആൾക്ക് നിസ്കരിക്കാനേ പറ്റുള്ളൂ. ഈ സ്റ്റേജിന്റെ അത്ര പോലും വലുപ്പമില്ലാത്ത പള്ളിയാണ്, എന്നാലും സ്വർഗ്ഗത്തിൽ അല്ലാഹു പുര തരുന്നു. അപ്പൊ നമുക്കൊരു വീടായി കഴിഞ്ഞോ, ഇനി ഞാൻ അല്ലാഹുവിന് വേണ്ടി ഒരു വീട് എടുക്കും. അത് നാട്ടിലാവുന്ന മനുഷ്യന്മാരൊക്കെ അറിയാം. നാട്ടിലത്തെ പള്ളിക്കൊക്കെ സഹായിച്ചേക്കണം. പക്ഷെ നമ്മളും അല്ലാഹു മാത്രം ചോർന്നൊലിക്കുന്ന പള്ളികൾ തമിഴ്നാട്ടിലൊക്കെ എന്താ യു പിയിലും ബീഹാർക്കും ഒന്നും എത്തണ്ട, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ തന്നെയല്ലേ. അപ്പൊ അവരെ സഹായിക്കുക. നമ്മളും പടച്ചോനും മാത്രം അറിയുന്ന രീതി. ഇതാണ് മുഖ്ലിസീൻ, അല്ലാഹുവിന്റെ നന്മ പടച്ചവന് മാത്രമായി ചെയ്യുന്ന ആളുകൾ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന നോമ്പും നമ്മൾ ചെയ്യുന്ന ഖുർആനും ആരാരും അറിയാതെ ഉക്തുമു ഹസനാതികും, റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഉക്തുമു ഹസനാതികും കമാ തക്തുമൂന സയ്യിആതികും. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ മറച്ചു പിടിക്കണില്ലേ, എന്നാ ചെയ്യുന്ന നന്മയും കുറച്ച് മറച്ചു പിടിക്കണം, അത് പരസ്യമാക്കണ്ട. മഹദി റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ, അൽ അദവിയ്യത്തുൽ മിസ്രിയ്യ, അൽ അദവിയ്യത്തുൽ ബസ്രിയ്യ റളിയല്ലാഹു തആല അൻഹ മഹദിയാൻ പറയാണ്, നമ്മൾ ചെയ്യുന്ന നന്മകളും കുറച്ച് മറച്ചു വെക്കണം, പരസ്യമാക്കരുത്. പരസ്യമായി പോയി, അതിന് കുഴപ്പമില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹുവിനെ ഭയപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ നിന്നാണ് അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു വിഷയം ചെയ്തു കഴിഞ്ഞോ ഇല്ലയോ എന്നതല്ല വിഷയം, ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? അല്ലാഹുവിന് വേണ്ടിയാണ്.